നമസ്കാരം. ഇരിക്കെ. ഒരുപാട് ആളുകൾ വന്നും പോയി ഇരിക്കുക. ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. എന്തു വന്നാലും കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരാളെ ഞാൻ നിയമിക്കൂ. TTC എവിടെയാ പഠിച്ചത്? ആലപ്പുഴ NSS-ലാ. ആഹാ, NSS-ലാണ് പിന്നൊന്നും പറയണ്ട. നല്ല അസല് കോച്ചിങ് അല്ലേ അവിടെ? ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതാ. ആഹാ, എന്നാ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാനില്ല. കുട്ടിയെ നിയമിച്ചു എന്നങ്ങോട്ട് കൂട്ടിക്കോളൂ. പിന്നെ ഒരു സ്കൂൾ മാനേജറുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സർക്കാരിന്റെ ഗ്രാൻഡിൽ ചോക്ക് വാങ്ങിക്കാൻ പോലും കഴിയില്ല. മെയിൻ്റനൻസ് ഒക്കെ എന്താ ചെലവ്? ഈ സീറ്റിന് ഇപ്പോ 5 ലക്ഷമോ 6 ലക്ഷമോ തരാൻ ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് പ്രധാനം പണമല്ല, ടീച്ചറുടെ കഴിവാ. അക്കാര്യത്തിൽ കുട്ടിയെ എനിക്ക് നന്നായിട്ട് ബോധിച്ചു. അതുകൊണ്ട് 5 6 ഒന്നും വേണ്ട, ഒരു 4 ലക്ഷത്തിന് നമുക്ക് സംഗതി ശരിയാക്കാം. കുട്ടിയെ പഠിപ്പിക്കാൻ തന്നെ. കൂടുതലൊന്നും സംസാരിക്കാൻ ഇപ്പൊ സമയമില്ല. ഈ തുക ഉണ്ടോ ഇല്ലയോ? എനിക്ക് 5 പെൺകുട്ടികളാണ്. അതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ. 4 ലക്ഷത്തിന്റെ വകുപ്പില്ലെങ്കിൽ സന്തോഷമായിട്ട് എഴുന്നേറ്റുള്ളൂ. കഴിവുള്ള ഒരു ടീച്ചറെയാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് സാറിപ്പോ. കഴിവെന്ന് പറഞ്ഞാൽ അതിൽ സാമ്പത്തികവും പെടും. വാക്കുകൾ പ്രയോഗിക്കുന്ന ആലോചിച്ചിട്ട് തന്നെയാണ്. 4 ലക്ഷം കൊണ്ടുവന്നിട്ട് ബാക്കി സംസാരം. ഞാൻ കുറച്ച് തിരക്കില്ല. എന്താ പിന്നെ നിൽക്കുന്നത്? ഞങ്ങള് ഒരു വിലപേശൽ ഞാൻ തയ്യാറല്ല. 6 കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനെ സീറ്റ് ഒഴിവ് വരുന്നത്. ആരാദ്യം പണം കൊണ്ടിരുന്നോ അവർക്ക് സീറ്റ്. പൊക്കോളൂ. ഓടോ. ലക്ഷങ്ങൾ എത്ര കിട്ടിയച്ചാ? എന്ത് ലക്ഷങ്ങള്? പഠിപ്പിക്കാൻ മിടുക്കുള്ളവരെയാണ് ഞാൻ നോക്കുന്നത്. ആരെ? അച്ഛനോ? 4 ലക്ഷം കിട്ടിയാലേ ആളെ ചേർക്കുമെന്ന് അച്ഛൻ പറയണ കേട്ടല്ലോ. അങ്ങനല്ല. 4 ലക്ഷം വേണേ കിട്ടും, പക്ഷെ പണമല്ല കഴിവാണ് പ്രധാനം എന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. അതെ, പണ്ട് ഇവിടെ നീവിനിയായിരുന്ന ഒരു മാഷുണ്ടായിരുന്നല്ലോ. നിയമപ്രകാരം ഈ സീറ്റ് അങ്ങർക്കല്ലേ കൊടുക്കേണ്ടത്? പണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം ഇപ്പോഴും ഉണ്ട്. അതെ. നിങ്ങൾ ആരും എന്നെ നിയമം പഠിപ്പിക്കണ്ട. അയാളോടൊന്ന് 25,000 രൂപ വാങ്ങിച്ചില്ലേ? ആര് വാങ്ങിച്ചു? ഇല്ലേ? അയാളൊന്നും തിരിച്ചു വാങ്ങിച്ചോണ്ട് പോയല്ലോ. ആരും ഒന്നും തിരിച്ചു വാങ്ങിച്ചില്ല. ഇതൊന്നും ദൈവത്തിന് എടുക്കുന്ന പണിയല്ല കേട്ടോ. ഇത് വലിയ ശല്യമായല്ലോ. എന്റെ മോക്ക് എന്റെ അച്ഛൻ കൊടുത്തതാ സ്കൂള്. ഇവക്കിപ്പോ വയസ്സ് എത്ര എന്ന് പുന്നാരെ അച്ഛന് വല്ല നിശ്ചയമുണ്ടോ? സ്കൂള് കയ്യിൽ നിന്ന് പോകുന്നുള്ള പേടി കൊണ്ട് ഇവക്ക് വരുന്ന കല്യാണാലോചനകൾ മുഴുവൻ മുടക്കുന്ന നിങ്ങളാ. വിശാലം, എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഒരു മനുഷ്യൻ ഇത്രയും പണക്കൊതി പാടില്ല. അമ്മ പറയുന്നത് നേരാണോ അച്ഛാ? സ്കൂള് പോകുന്നുള്ള ഭയം കൊണ്ടാണോ എന്റെ കല്യാണം നടത്താത്തത്? നിന്റെ അമ്മയ്ക്ക് പ്രാന്ത. എങ്കിൽ അമ്മയെ നമുക്ക് വല്ല മനഃശാസ്ത്ര വിദഗ്ധരെയും കാണിക്കാം. മോളെ, സ്കൂൾ നോക്കി നടത്തുന്നത് ഞാൻ മോളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂളിന്റെ അവകാശം അച്ഛന്റെ പേർക്ക് എഴുതി തന്നേക്കാൻ. അത് നടക്കില്ല അച്ഛാ. ഞാനത് എഴുതി തന്ന അച്ഛനത് അപ്പ തന്നെ മറ്റാർക്കെങ്കിലും വിൽക്കും. അച്ഛൻ മരിച്ച ആ സ്കൂളെങ്കിലും എന്റെ പേരിലുണ്ടല്ലോ എന്ന് കരുതി ഏതെങ്കിലും ഒരു മരങ്ങോടെ നിന്നെ കെട്ടാൻ വന്നെന്ന് വരും. അതുകൊണ്ട് ആ സ്കൂൾ എന്റെ പേര് തന്നെ ഇരിക്കട്ടെ. നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. അച്ഛനെങ്കിലും ഒന്ന് ഗുണം പിടിച്ചു കണ്ടാ മതിയായിരുന്നു. സാർ, സാർ, ഒരു അപരിചിതനാണ്. വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. ഒരു അപരിചിതനാണ്. ഞാൻ ശങ്കരനാരായണൻ, കേരള TTC 86 ബാച്ച്, നാട് കുറുവാഞ്ചേരി. കൊപ്ര കച്ചവടക്കാരൻ ഇസ്മയിൽ രാത്രി 10 മണിക്കാണ് വിവരം പറയുന്നത്. ആരാ ഈ പാതിരാത്രി കയറുമെന്ന് ഒച്ച വയ്ക്കുന്നേ? ഞാൻ കേരള TTC സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഇതിനൊന്നും നേരവും കാലമൊന്നും ഇല്ലേ? രാത്രി 2 മണിക്കാണോ KTC? ഇതാരാ, മകളാണോ? അയ്യോ, ഇതെന്താ സൈക്കിളോ? പോലായി മുഴുവൻ മണ്ണായില്ലോ. മുറ്റത്ത് വെച്ചാ സൈക്കിളിന്റെ ടയർ പട്ടിയടിക്കും. ടയർ അടിക്കുന്ന പറ്റിയൊന്നും ഇവിടെ ഇല്ല. ആരാമേ? ഏതോ ഒരു KTC. KTC അല്ല, കേരള TTC, നാട് കുറുവാഞ്ചേരി. ഇതാരാ, ഭാര്യയാണോ? കുറുവാഞ്ചേരിയിൽ ഇവിടം വരെ സൈക്കിൾ ചവിട്ടി വന്നോ? 25 കിലോമീറ്ററല്ലേ ഉള്ളൂ. സാധാരണ 50-100 കിലോമീറ്റർ ഒക്കെയാ സൈക്കിൾ ഓടിക്കുന്നത്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഓട്ടം തുടങ്ങിയിട്ട് നാള് കുറച്ചായേ. സൈക്കിൾ ഇറക്കി നോക്കണോ? നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. അയ്യോ, എന്താ? എവിടെ നോക്കട്ടെ. 4 ലക്ഷമാണ് ഡിമാൻഡ് എന്ന് അറിഞ്ഞു. അതിച്ചിരി കൂടുതലാണ്. എന്നാൽ സീറ്റ് എനിക്ക് വേണം. സീറ്റ് തരാം, പക്ഷെ ഉറപ്പ് തരണമെങ്കിൽ പകുതി പണം അഡ്വാൻസ് ആയിട്ട് ഉടനെ കിട്ടണം. ഓ, സമാധാനായി. മറ്റാർക്കെങ്കിലും ഇതിനകം വാക്ക് കൊടുത്തിരിക്കുമെന്നുള്ള ഭയമായിരുന്നു. എങ്കിൽ പിന്നെ ഞാനിനി നിൽക്കുന്നില്ല. അഡ്വാൻസ് ആയിട്ട് വരാം. മറക്കരുത്, ശങ്കരനാരായണൻ, കേരള TTC, കുറുവാഞ്ചേരി.
ഏതവനാണോ അത്? ഞാൻ ശങ്കരനാരായണൻ. അയ്യോ എന്റെ ചട്ടിയൊക്കെ പൊട്ടിച്ചു. ഇയാൾ ഈ സൈക്കിൾ നോക്കിയെടുത്ത് എങ്ങോട്ട് പോകുന്നു? മുറ്റത്ത് നോക്കിയെടുക്കണോ സൈക്കിൾ? അല്ല, മുറ്റത്ത് വെച്ച സൈക്കിളിന്റെ ടയർ പട്ടി കോലയിൽ സൈക്കിൾ കെട്ടിയൊക്കെ ഞാൻ സമ്മതിക്കില്ല. എങ്ങോട്ട് ഇറക്ക്? അല്ല, പട്ടി. പട്ടി എന്റെ തന്ത. ഇങ്ങോട്ട് ഇറക്ക്. അടിച്ചു വരും. ഞാൻ അഡ്വാൻസ് കൊണ്ട് വന്നതാ. എന്താ വിശാലം ഇത്? വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്താ ദീ ഇയാൾ ചട്ടി പൊട്ടിച്ചു. ഒരു ചട്ടി പൊട്ടിയെങ്കിൽ 10 ചട്ടി വേറെ വാങ്ങിക്കാമല്ലോ. വിട്ടേക്കമ്മേ, അച്ഛന്റെ 4 ലക്ഷത്തെ ഉപദ്രവിക്കാതെ. 4 ലക്ഷം എന്നൊക്കെ ആദായ നികുതിക്കാർ കേട്ടാ നമ്മളെല്ലാം അകത്താവും. എന്തായാലും 4 ലക്ഷം വാങ്ങിച്ചിട്ടാണ് ആളെ ചേർക്കുന്നതെന്ന് അച്ഛനിപ്പോ സമ്മതിച്ചോ? എല്ലാം നിനക്ക് വേണ്ടിയാ മോളെ. ഈ തുക കിട്ടിയിട്ട് വേണം മോളെ കല്യാണം കഴിച്ച് അയപ്പിക്കാൻ. ഓ എന്തൊരഭിനയം. അപ്പൊ കാര്യങ്ങൾ പരസ്പര പൂരകമാണ്. ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ, എന്റെ 4 ലക്ഷം കിട്ടിയിട്ട് വേണം മകളെ കല്യാണം കഴിപ്പിക്കാൻ. ലക്ഷത്തിന്റെ കാര്യം പതുക്കെ പറയാൻ പറഞ്ഞിടൂ. അഡ്വാൻസ് തുക തൽക്കാലം 1 ലക്ഷം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. 2 ലക്ഷം കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ട് ശരിയാവും, ഉടനെ ശരിയാവും. ഇതങ്ങ് വാങ്ങിയാട്ടെ. അല്ല അത് ബാക്കി 3 ലക്ഷം കിട്ടിയിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്താൽ മതിയെന്നേ. ആ, അല്ല, എനിക്കിതിനൊരു രസീതി വേണം. അതൊന്നും നടക്കില്ല. ആദായ നികുതിക്കാണെങ്കിൽ നമ്മളെ രണ്ടുപേരെ അകത്താക്കും. അപ്പോ ഞാൻ പുറത്തു പോയി 2 സാക്ഷികളെ കൂട്ടിക്കൊണ്ട് വന്നാൽ എന്തിന്? അല്ല സാറി തുക വാങ്ങിച്ചോന്ന് എനിക്കൊരു ഉറപ്പിന്. സാക്ഷികളല്ലല്ലോ ഈ നിൽക്കുന്നത്. ഇത് മതിയാ. പോരെങ്കിൽ ഏറ്റവും വലിയ സാക്ഷിയല്ലേ മോള് നിൽക്കുന്നത്. ആര്? കർമ്മസാക്ഷി സൂര്യഭഗവാൻ. അപ്പൊ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. ബാക്കി 3 ലക്ഷം സംഘടിപ്പിക്കണമല്ലോ. പൊട്ടിയ ചട്ടി വാങ്ങിക്കണം. എന്തൊക്കെ ആവശ്യങ്ങളായി ഈശ്വരാ. കുടുകുടു കുടുകുടു കേൾക്കുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു. മാനത്തച്ഛൻ പത്തായത്തിൽ തേങ്ങ പെറുക്കിയിടുന്നല്ലോ. എന്നിട്ട് വർഷമാസൊക്കെ എനിക്കുണ്ടാവാനോ? എന്നെ കിട്ടൂല. മുണ്ടെന്ന് പറയാനാണെന്ന് ചിന്തിക്കണേ. എങ്ങോട്ടായിരിക്കണമുണ്ട്? കാളച്ചന്തയിലേക്ക്. രാവിലെ തുടങ്ങിയ കാളച്ചന്ത കാണണോ? വെള്ളം ആടി മാണിക്ക് കൊഴന്ന് നേരിട്ട് കാണണോത്രേ. ചെല്ല് ചെല്ല്. എന്താ ഗോലക്ഷം മാഷി വരും അറിയിച്ചോന്ന് ചോദിച്ചാൽ അകത്തിൽ സംസാരിക്കാം. എന്തോന്ന് നമുക്ക് 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ആലോചിക്കാനുള്ളത്. അതിലൊന്ന് ആന ടീച്ചറിന്റെ കാര്യമാണ്. 4 കൊല്ലം മുമ്പുള്ള കാര്യമായിരിക്കാം, എന്നാലും ഈ ഇരിക്കുന്ന ആന ടീച്ചറുടെ മുഖത്ത് കരിവാരി തേച്ചിട്ട് പോയ ആളാണ് ആ ഗോകുലകൃഷ്ണൻ മാഷ്. അതൊക്കെ ആന ടീച്ചർ അപ്പോഴേ മറന്നു കാണും. അല്ല ടീച്ചറെ? മറന്നിട്ടൊന്നുമില്ല. ആ എന്റെ കാര്യത്തിൽ ഇടപെടാൻ അയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? എന്റെ ഭർത്താവിന് ഞാൻ ആരാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരുന്നത്. എന്നാലും അവൻ കാണിച്ച ചരിത്രമല്ലേ. പക്ഷേ അയാളിവിടെ മാഷായിട്ട് വരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് ടീച്ചറുടെ വലിയ മനസ്സ്. എന്നാൽ എനിക്കത് അങ്ങോട്ട്. അന്ന് അയാൾ 25,000 രൂപ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതായിട്ടാണല്ലോ എന്റെ ഓർമ്മ. അല്ലെങ്കിലും ക്ലെയിം ഉള്ള ആളെ വേണ്ടേ ചേർക്കാൻ? ഞാൻ വിവരമൊക്കെ അറിയിച്ചെന്നേ. അയാൾക്ക് വേറെ എന്തെങ്കിലും ജോലി കിട്ടിക്കാണും. അല്ലാതെ 3-4 കൊല്ലമായിട്ട് ഈ ജോലിക്ക് വേണ്ടി വായും പിടിച്ചിരിക്കുമെന്ന് വിചാരിക്കാൻ ഒരു ന്യായവും കാണുന്നില്ല. ഞാൻ ഇന്നലെ ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെ കണ്ടു. കുറുവാഞ്ചേരിക്കാരനൊരു ശങ്കരനാരായണൻ. പാവായുടെ പണമൊന്നുമില്ല, ഞാനത് നോക്കൊന്നുമില്ല. സാർ, അടിസ്ഥാനപരമായി ഗോകുലകൃഷ്ണൻ മാഷ് ഒരു പാവാണ്. അയാൾ ഇല്ലെങ്കിൽ മറ്റൊരാളെ ആലോചിച്ചാൽ മതി. അയാൾക്ക് വേറെ ജോലി കിട്ടിക്കാണും മാഷേ. ഈ DPIP വലിയ ചതിയായിപ്പോയി. ഒരെണ്ണം പറഞ്ഞാൽ അനുസരിക്കില്ല. രക്ഷിതാക്കളാണെങ്കിൽ ദിവസേന വന്നോണ്ടിരിക്കുക. അതെന്തിന്? പിള്ളേരുടെ TC വാങ്ങാൻ. അല്ലാതെന്തിനാ? ഈ പാഠ്യപദ്ധതിയിൽ പലർക്കും വിശ്വാസമില്ല. പിള്ളേര് 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും 8ഉം പൊട്ടും തിരിയാത്ത പൊട്ടന്മാരായി പോകുന്ന എല്ലാവരുടെയും പേടി. കൊടുക്കരുത്, ഒരൊറ്റ എണ്ണത്തിന് TC കൊടുക്കരുത്. എന്ന് വെച്ചാൽ TC താടാന്നൊക്കെ പറഞ്ഞ് ചിലർ തല്ലാൻ വരിക. തല്ല് കൊണ്ടാലും TC കൊടുക്കരുത്. ഈ DPIP യുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും.